ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നാട്ടിലേക്ക് പോയിരുന്ന വ്ളോഗിൻ്റെ ലോങ് വീഡിയോ ആണ്. ഇതന്നെയാണ് ഷോർട്ടാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ലോങ് ഇടാൻ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കുറേ സൈഡ് ഗാലറിയിൽ കിടക്കുന്നത്. അപ്പോൾ വെയിറ്റ് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ വീഡിയോസ് എടുക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എയർപോർട്ടിലേക്ക്. അങ്ങനെ കയ്യിൽ പർദ്ദയും കോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടുന്ന് മേലക്കൂടെ ഇടാനുള്ളതാണ്. ഇതൊന്നും ലഗേജിൽ പോയിട്ടില്ല. അങ്ങനെ സാമഗ്രികളെല്ലാം എടുത്തിട്ട് നമ്മൾ റൂമിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ലിഫ്റ്റിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വരാന്തയോടൊക്കെ നമ്മൾ ബൈ ബൈ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ തന്നെ ഓഗസ്റ്റ് 12-ാം തീയതിയാണ് എഡിറ്റ് ആക്കുന്നത്. നമ്മൾ ജൂൺ 30-ാം തീയതി പോകുന്നതാണ്. അപ്പോൾ കുറച്ചധികം ടൈം എടുത്തു ഗൈസ് എഡിറ്റ് ചെയ്ത് വരാൻ. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടി വെച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിരുന്നത്. പോകുന്ന വയ്ക്കുന്നത് ഞാൻ കുറേ ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. എന്തിനെടുത്താൽ എനിക്ക് തന്നെ അറിയില്ല. കുറച്ച് കഴിഞ്ഞ് കാണാൻ വെച്ചെടുത്തതാവും. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ അതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഈ ജിദ്ദൻ്റെ സാധനമൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഡിക്കിയിൽ നിന്ന് ലഗേജും കാര്യങ്ങളെല്ലാം എടുത്തു. ഒരു ലോഡ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം നമ്മളിതാ ഉന്തുവണ്ടിയിലാക്കിയിട്ട് ഉന്തി കൊണ്ടുപോവുകയാണ് ഗൈസ്. ഈ ഉന്തുന്ന സാധനമാണെങ്കിൽ നമ്മൾ വിചാരിച്ചിടത്ത് നിന്നിട്ട് നിൽക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഉപ്പാൻ്റെ ഫ്രണ്ടാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ കാറിൽ നിന്ന് ലഗേജെല്ലാം എടുത്തിട്ട് ഉന്തിനെ ട്രോളിയിൽ വെച്ചിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ സൗദിനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരാൻ വരുമോ എന്നൊന്നും അറിയില്ല. പഠിച്ചോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഇനിയും വരാം. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഉന്തി തള്ളിയിട്ട് എന്താ പറയുക, മറ്റേ ബോർഡിംഗ് പാസ് ഇതാക്കുന്ന സ്ഥലമല്ലേ, അതെന്നാണ് പറയാമെന്നാണ് എൻ്റെ ഒരു നിഗമനം. എമിഗ്രേഷൻ എന്നാണ്. എനിക്കിതിനൊന്നും എന്താ പറയാന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇതിലൊരു ചേച്ചി പറഞ്ഞു മാമ അല്ലാന്ന്. എനിക്ക് ഭയങ്കര സങ്കടമായി എന്നെ മാമാന്ന് വിളിച്ചപ്പോൾ. ഇത്രയും പ്രായം കുറഞ്ഞ എന്നെ അവർ മാമാന്ന് വിളിച്ചു ഗൈസ്. അങ്ങനെ നമ്മളുടെ എമിഗ്രേഷനും ബോർഡിംഗ് പാസും എല്ലാ അൽക്കുലത്തെ സംഭവങ്ങളും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ തിന്നാനെല്ലാം കൊണ്ടുണ്ടായിരുന്നു. എന്തോ വടിയും പിന്നെ അൽമറായിൻ്റെ ജ്യൂസും പിന്നെന്താ അങ്ങനെ എന്തൊക്കെയോ. പിന്നെ ഇവിടെ അൽബേക്ക് കണ്ടപ്പോൾ അതിലാണ്ടൊന്ന് പോയാണ്ട് എന്താ പറയുക നഗറ്റ്സ് വാങ്ങിയിട്ടോ. ഇനിയിപ്പോൾ അൽബേക്ക് തിന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ നഗറ്റ്സ് വാങ്ങിച്ചിട്ട് അതും കഴിച്ചു. അപ്പോഴത്തേക്ക് നമ്മളുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെടുത്തുന്ന ഒരു ട്രോളി ബാഗ് ഉണ്ടല്ലോ, ഹാൻഡ് ബാഗ് ആയിട്ടുള്ളത്, അത് മേടിച്ചു കേട്ടോ ലഗേജിലിടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് 2 ബാഗ്സേ കയ്യിൽ പിടിക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. 1 മണിക്കൂർ എങ്ങാനുള്ളൂ കേട്ടോ വെയിറ്റിങ്. അത് ഇതാന്ന് പറയുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്തു. നമ്മൾ ഇൻഡിഗോയിലാണ് പോണത്. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലെല്ലാം കയറി സീറ്റെല്ലാം നോക്കിയിട്ട് ഇരുന്നു കേട്ടോ. ഞാനും ഉമ്മയും മാസിനും ഒരു റോലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ റോക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ആവിയും പുകയെല്ലാം വിടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. സൗദി എയർലൈൻസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് എടുത്തു. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ സൗദിനോട് ബൈ ബൈ പറഞ്ഞു. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ ജിദ്ദ ഔട്ട് അതുകൊണ്ടാവും അത്രക്കും ലൈറ്റ്സൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത്ര ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഫ്ലൈറ്റ് ഒന്ന് ചെറിയെല്ലാം ചെയ്തു. അങ്ങനെ ഇതൊക്കെ വേറെ എവിടെ ആണെന്ന് തോന്നുന്നത്. അത്രയ്ക്ക് ലൈറ്റൊന്നും ഇല്ല, അത്രയ്ക്ക് ആൾക്കാരില്ലാത്ത സ്ഥലമായിരിക്കാം. അങ്ങനെ ഇവർ ചായയും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് പൈസ കൊടുക്കുന്നവർക്ക് മാത്രമുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ, എനിക്കറിയില്ല, നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട്. ഞാൻ ആകെ കുറച്ച് നേരം ഉറങ്ങിയിട്ടുള്ളൂ. കുറച്ച് നേരം ഡ്രാമ എല്ലാം കണ്ടിരുന്നു. ഞാൻ അപ്പുറത്തെ റോലേനു കേട്ടോ ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ നേരം വെളുത്തപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് വീഡിയോസ് എല്ലാം എടുക്കുക വെച്ചിട്ട്. ഇതൊക്കെ ഉപ്പാൻ്റെ ഫോണിൽ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഒരു ക്ലിയർ ഉള്ളത്. എൻ്റെ ഫോണിലെടുത്താൽ ക്ലിയർ എന്ന് പറഞ്ഞ സാധനം അതിലേക്കത്ത് കൂടെ പോവില്ല. അങ്ങനെ കുറച്ച് നേരം ആകാശക്കാഴ്ചകളൊക്കെ വീഡിയോ എടുത്തിട്ടും കണ്ടിട്ടല്ല ഇരുന്നു. പിന്നെ കുറച്ച് നേരം എൻ്റെ ഷോ ഉണ്ടായിരുന്നു ഗൈസ്.
പച്ചപ്പൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കോഴിക്കോട് ബീച്ചാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ലാൻഡ് ചെയ്തു കേട്ടോ. ഗായ്സ്, നമ്മളെ ഫ്ലൈറ്റിലൊരു അറബി കപ്പിൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്കെല്ലാം ഇറങ്ങി നോക്കിയപ്പോൾ ഇതാ വെള്ളമെല്ലാം ഉണ്ട് കേട്ടോ. മഴ പെയ്ത് ചോർന്നതാന്ന് തോന്നണേ. അങ്ങനെ നമ്മൾ ബസ്സിലെല്ലാം കയറിയിട്ട് ഇതാ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അരമണിക്കൂർ മുന്നേ നമ്മളെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു 5-10 മിനിറ്റ് അല്ല അവിടെ ഇരിക്കുന്നോടത്ത് ഇരുന്നു. പിന്നെ 2-3 ഫ്ലൈറ്റ് എല്ലാം വന്നു കേട്ടോ. അപ്പോൾ നല്ല തിരക്കായി. അപ്പോൾ പിന്നെ നമ്മൾ ലൈൻ നിന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. ലഗേജ് നല്ല ലേറ്റ് ആയിട്ടാണോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഫ്ലൈറ്റാണ് ആദ്യം വന്നത്, നമുക്ക് അവസാനമാണ് കിട്ടിയത്. അങ്ങനെ ഒരു 1/4 മണിക്കൂറെല്ലാം ലഗേജിന് വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ ലഗേജെല്ലാം കിട്ടിയിട്ട് ഇതാ നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇമ്മാൻ്റെ ഓട്ടോയിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലേക്ക്. അങ്ങനെ ഇതാ അൽഹംദുലില്ലാ നമ്മൾ റാഹത്തായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ബൈ.